ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് അഭിനയിക്കുന്ന പേട്രിയറ്റ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ടീസർ ഇന്നലെ പുറത്തു വന്നു. ടീസർ പുറത്തു വന്നതിൽ പിന്നെ മമ്മൂക്ക അതാണ്ട മാസ്ക് ഇട്ട് അഭിനയിക്കുന്നു, അയ്യേ കൂലിയിൽ രജനീകാന്ത് അഭിനയിച്ച പോലെയാണല്ലോ, അതായതാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ട്രോളാണ്. അപ്പം നമുക്കതൊന്ന് നോക്കണ്ടേ, എന്നാ സംഭവം എന്ന് നമുക്കും കൂടെ ഒന്ന് നോക്കാം, ശരിയാണോ അല്ലയോ എന്നൊന്ന് നോക്കണ്ടേ. ഈ ഭാഗത്താണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ശരിയാണ്, എക്സ്പ്രഷൻ ഒന്നുമില്ല, ഒരു മാസ്ക് പോലെ തന്നെ തോന്നുന്നത്. പൊങ്ങി വരുമ്പോഴും എല്ലാം ഒരേ ദിശയിലോട്ട് തന്നെയാണ് നോക്കുന്നത്. ഇനി അടുത്ത സീൻ അതായിരുന്നു, അടുത്ത സീൻ ഈ ഭാഗത്താണ്, അതും കൂടി നോക്കട്ടെ. ഈ ഭാഗത്താണ്, അവിടുന്ന് മാസ്ക് വെച്ച പോലെ തന്നെ ഉണ്ട്, മാസ്ക് തന്നെയാണെന്ന് ഉറപ്പിക്കാം. അതായത് അതുപോലെ തന്നെ ഇരിക്കുന്നു, എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല, കാല് പൊങ്ങുമ്പോഴും എല്ലാം തല ഒരേ സൈഡിലിരിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നോട്ടം പോലും ഒരു സൈഡിലോട്ട് തന്നെയാണ്. അത് അയ്യയ്യയ്യേ, മോശം മോശം മോശം, മഹാമോശം, അയ്യേ. മതിയോ? ഇങ്ങനെ പറയുമെന്നാണോ ഓർത്തെ? എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല. വെരി സോറി, ഞാൻ മമ്മൂക്കയെ കളിയാക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ ഈ ഫാൻ ഫൈറ്റ് നടത്തുന്ന ഊളകളോടാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? ഈ ടീസർ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ 1 മിനിറ്റ് 21 സെക്കൻഡേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നിന്ന് ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഇങ്ങനെ ശരിയാണല്ലോ ശരിയാണല്ലോ, എന്തിന്, എന്ത് കാര്യത്തിന്? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അല്ലാതെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ടക്ക് ടക്ക്, പരിപാടി കഴിഞ്ഞ് 2 സെക്കൻഡ് 2-3 സെക്കൻഡ്, അതുകൊണ്ട് മിന്നു മാഞ്ഞു പോകുന്നൊരു സംഭവമാണ് സിനിമ എന്ന് പറഞ്ഞാൽ. അതല്ലേ, മനസ്സിലായില്ലേ? മേക്ക് ബിലീഫ് അല്ലേ മോലെ എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ അല്ലേ? അല്ലാതെ കണ്ട് നമ്മൾ ഒരു സിനിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വെച്ചിട്ട് അതിനെടുത്തിട്ട് ഇങ്ങനെ ഫ്രെയിം ബൈസ് ഫ്രെയിം ആയിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. മാസ്ക് ഇടുന്നെന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്നാ കുഴപ്പം? ചില നടന്മാർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂന്ന്. അവർക്ക് ഒരു ആക്ഷൻ ചിലപ്പോൾ എല്ലാം പറ്റും ചെയ്യാൻ പറ്റുമല്ല. ചില ആൾക്കാർക്ക് റോപ്പ തൂങ്ങാനായിട്ടോ അതിനൊക്കെ അവർക്ക് കുറച്ചും കൂടെ കഴിവുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഭയം കുറവായിരിക്കും. ചില ആൾക്കാർക്ക് ഭയമുണ്ട്, അതിനിപ്പോൾ എന്നാ കുഴപ്പം? അന്നും പറഞ്ഞോ നമുക്ക് ഒരു നല്ലൊരു നടനല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓരോരുത്തർക്കും ഓരോ ഭാഗത്ത് ഓരോ പ്രത്യേക കഴിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ അത് എടുത്തു വെച്ചിട്ട് തോണ്ടിയിട്ട് മോഹൻലാൽ എങ്ങനെയാണ് ഉടനെ കുറേ മമ്മൂട്ടി ഫാൻസാർ ഇങ്ങോട്ട് വന്ന് ലാലപ്പനോ അങ്ങനെ ഏതാണ്ട് പറഞ്ഞ് ഇങ്ങോട്ടും വരും. നിനക്കൊക്കെ നാണമില്ല ആവൂലേ? എവിടെയാ കിടക്കുന്ന ഏതോ നടന്മാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പിടിക്കാൻ. രാഷ്ട്രീയക്കാരും ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. എവിടെയോ കിടക്കുന്ന ഏതാ നേതാക്കൾ എന്തെങ്കിലും വിളിച്ചു പറയും, അതും കേട്ടോണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്തവൻ്റെ കൈ വെട്ടാനും തല വെട്ടാനും വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചേക്കുക. എൻ്റെ പൊന്നെ, സിനിമ നല്ലതാണെങ്കിൽ നല്ല പോയി കാണുക. താരങ്ങളെ നിങ്ങൾ ആരാധിച്ചോ, പക്ഷേ അവർക്ക് വേണ്ടിയെന്നും പറഞ്ഞുകൊണ്ട് അവരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സഫലമായി, ഇവരെ കണ്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പോക, ഈ ജീവിതം ഒരു വൻ നഷ്ടമായിപ്പോയി, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്തിനാ? ഇവരെ കണ്ടാലേ ഉള്ളൂ, കണ്ടു കഴിഞ്ഞിട്ട് ആ കയ്യിലൊന്ന് പിടിച്ച് ഒരു ചക്കരയമ്മങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വാവ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം നടന്നു. എന്തിനിങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സിനിമ കാണുക, കണ്ടിട്ട് പോകുക. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ കാലഘട്ടം 2025 നമുക്കറിയാം സിനിമ എങ്ങനെ എടുത്താണ്, അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, ഇതാണെന്നല്ല, ഇതൊന്നും ഒറിജിനൽ അല്ല എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് ഇവരെ കയറിയിട്ട് ഇതുപോലെ ആരാധിക്കുന്ന ആൾക്കാരെ എന്താ പറയുക? അവർ നല്ല കമ്പനിയായിട്ട് ലാലേട്ടനും മമ്മൂക്കയും അവർ ഇതുപോലെ കമ്പനിയായിട്ട് മറ്റേതെങ്കിലും ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറുകളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ ഇവരൊന്നിച്ച് അഭിനയിച്ച് ഒരു സിനിമ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെടട്ടെ, ലോകം മൊത്തം കാണട്ടെ, അതിൽ നമ്മൾ അഭിമാനിക്കുക, അത്രേ ഉള്ളൂ ചെയ്യേണ്ടത്. എന്തിനാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്? ഇവരാരെങ്കിലും നിങ്ങളെ തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവർക്ക് വേണ്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഈ മരിക്കാൻ നടക്കുന്നത്? അവരൊരിക്കലും നിങ്ങളെ ഒന്നും തിരിച്ചറിയാനും പോകുന്നില്ല, നിങ്ങളെ വിട്ട് അറിയത്തുമില്ല. നല്ല സിനിമയാണെങ്കിൽ പോയി കാണുക, ആസ്വദിക്കുക. ചീത്ത സിനിമയാണെങ്കിൽ ചീത്ത, അത് വിട്ടേക്ക്.